ആസ്വദിക്കുക. അതിനോടൊപ്പം നമ്മുടെ പരിപാടികൾ നടക്കും. സംഘാടകർ അത് ഭംഗിയായി വിതരണം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ഹനീഫ് യാണ് നേതൃത്വം നൽകിയിട്ടുണ്ട്. ബെഞ്ചിൽ അഷ്റഫ് എഞ്ചേരിയും സഹായിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കലാപരിപാടി തീർന്നതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. അധികാരികൾ നമ്മളോട് പങ്കുവച്ചതുപോലെ വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നുള്ള ഗ്രാമങ്ങളാണ് നമുക്ക് വരുന്നത്. ഒരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ വീടുകളിലെ വിദ്യാർത്ഥികൾ നമ്മുടെ വീടുകളിലെ കുട്ടികളെക്കാൾ ഏറെ സ്നേഹം ലഭിക്കുന്ന വിദ്യാർത്ഥികളാണ് കുട്ടികളാണ്. വളരെയധികം കെയറും ശ്രദ്ധയും സ്നേഹവും ലഭിക്കുന്ന വിദ്യാർത്ഥികളാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കും അവരെ സ്നേഹിക്കാം. അവർ ഏത് സാഹചര്യങ്ങളിൽ വരുന്നവരാണെന്ന് നോക്കാതെ അവരെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുകയും അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയും സാറ് പറഞ്ഞതുപോലെ നമ്മളുടെ ആ ഒരു സാഹചര്യം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആണ് ഇങ്ങനെയൊരു അവസ്ഥയെങ്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ഈ ഒരു സാഹചര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നിങ്ങളോട് പറയാനുള്ളത്, ഇവിടുത്തെ സാഹചര്യങ്ങൾ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് അതിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസവും അതുപോലെ വിവേകവും നേടി നാളെ സമൂഹത്തിന് ഉപകരിക്കുന്ന ഈ സമൂഹത്തിൽ ഇതുപോലെയുള്ള അവസ്ഥകൾ വരുമ്പോൾ അത് മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാകുന്ന രീതിയിൽ നിങ്ങൾ വിദ്യാഭ്യാസം നേടണം. ഞാൻ രാവിലെ വന്നപ്പോൾ വളരെ ഭംഗിയായിട്ട് കുട്ടികളൊക്കെ ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം മുതിർന്ന വിദ്യാർത്ഥികൾ പത്രം വായിക്കുന്നുണ്ട്, ചെറിയ കുട്ടികളത് കേൾക്കുന്നുണ്ട്. നല്ലൊരു ശീലമായിട്ട് പത്രപാരായണവും അതുപോലെ കുട്ടികളുടെ അവതരണവും സംശയ നിവാരണം, ടീച്ചേഴ്സിനോടുള്ള സംശയ നിവാരണമൊക്കെ അനുഭവപ്പെട്ടു. നിങ്ങളും ഇതുപോലെ പത്രങ്ങൾ വായിച്ചുകൊണ്ട് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് നിങ്ങളുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് വളരുക. നിങ്ങളുടെ കഴിവ് പാടാനുള്ള കഴിവുകളുണ്ടാകും, എഴുതാനുള്ള കഴിവുകളുണ്ടാകും, ഡിസൈൻ ചെയ്യാൻ അതുപോലെ ഡിസൈൻ ചെയ്യാൻ കഴിവുള്ളവരുണ്ടാകും. അങ്ങനെ ഒത്തിരി കഴിവുകൾ സമ്പന്നമാണ് നമ്മുടെ കുട്ടികൾ. ഈ കഴിവുകളൊക്കെ പരമാവധി അത് വളർത്താൻ അതിന് പ്രോത്സാഹനം നൽകാൻ പരസ്പരം ശ്രമിക്കുക. നിങ്ങളിലെ ഉള്ള ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം അറിയില്ല. മറിച്ച് നിങ്ങളൊരു പരിപാടി ഏറ്റെടുത്ത് നടത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സാഹചര്യത്തിൽ നിങ്ങളാണ് അതിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എന്തൊരു പരിപാടി, കൃഷി ചെയ്യാനാണെങ്കിലും അതുപോലെ പത്രം വായിക്കാനാണെങ്കിലും ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തികളാണെങ്കിലും ഇവിടുത്തെ അസംബ്ലി ആണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും എന്ത് പ്രവർത്തിക്കും നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മളുടെ ശക്തി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു സാഹചര്യം വളരെ ലളിതമായിട്ട്, വളരെ ലളിതമായിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള ശക്തികൾ ആർജിക്കാനാണ്, ശക്തികളുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഇവിടെ നിങ്ങൾ വളരേണ്ടത്. അതോടൊപ്പം വളർന്നു കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 18 വയസ്സ് പൂർത്തിയാക്കുന്ന നിങ്ങൾക്ക് സമൂഹത്തിൽ വലിയ ഉത്തരവാദിത്തം നിർവഹിക്കാറുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കിയിട്ട് കുട്ടികളുടെ പരിസ്ഥിതികൾ മനസ്സിലാക്കിയിട്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെ സപ്പോർട്ട് നൽകാൻ, ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് തിരിച്ചൊരു ഫീഡ്ബാക്ക് നൽകാൻ നിങ്ങളുടെ താലൂക്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ പരിചയത്തിലുള്ളവരെ ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തി അവർക്ക് പ്രോത്സാഹനം നൽകാനും സഹായ സഹകരണം നൽകാനും നിങ്ങൾക്ക് കഴിയണം. അതോടൊപ്പം നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടാവും, ഭാവിയിൽ എന്താവണം, എവിടെ എത്തണം, അതുപോലെ എന്താണ് നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഫോളോ ചെയ്യാൻ, ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാഹചര്യവും
അതുപോലെയുള്ള പ്രോത്സാഹനങ്ങളും ഇവിടുത്തെ അധ്യാപകരിൽ നിന്നും ഇവിടുത്തെ ടീച്ചേഴ്സിൽ നിന്നും അതുപോലെ ഇവിടുത്തെ കാര്യകർത്താക്കളിൽ നിന്നും നമ്മൾ നേടിയെടുക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ബാല്യം ഓർത്തു പോവുകയാണ്. ഞങ്ങളുടെ ബാല്യം കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു. അവിടെ ഞങ്ങളെപ്പോലെ റോഡോടത്തോളം കൈയിട്ട് ചേർന്നിരുന്ന് കഥ പറഞ്ഞ് പാട്ടുപാടി ഉല്ലസിച്ച് വന്നവരാണ് ഞങ്ങളും. ഇപ്പോഴാണ് ആ നഷ്ടപ്പെട്ടു പോയ ബാല്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് വേണ്ടത്ര ആസ്വദിച്ചില്ല എന്നുള്ള ഒരു ഖേദമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബാല്യം നന്നായിട്ട് എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. നിങ്ങൾക്ക് കഴിയുന്ന ശബ്ദങ്ങൾ ഉയർത്തുക. നിങ്ങൾക്ക് എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ എഴുതുക, വായിക്കാനുള്ള കഴിവാണ് വായിക്കുക, വരയ്ക്കാണെങ്കിൽ വരയ്ക്കുക. അതുപോലെ നിങ്ങൾക്ക് പ്രസംഗിക്കാനാണെങ്കിൽ പ്രസംഗിക്കുക. അതെല്ലാം മനസ്സിലാക്കിയാണ് നിങ്ങളോടൊപ്പം നിങ്ങളോട് കൂടെ പാടാനും ആടാനും ഭക്ഷണം കഴിക്കാനും നിങ്ങൾക്ക് അല്പമെങ്കിലും റിലാക്സ് ചെയ്യാനുമാണ് ഇന്ന് ചേച്ചസ് നൊസ്റ്റാൾജിയ 86 ഗ്രൂപ്പുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിന് വേദി ഒരുക്കി തന്ന നിങ്ങൾക്കും നിങ്ങളുടെ അധ്യാപകർക്കും ഇതിന് സംഘാടകർക്കും നിങ്ങൾക്ക് വളരെ കൃത്യമായ ഹൈന്ദവമായ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് പലവിധ തിരക്കുകൾ കഴിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കലാപരിപാടിയിലേക്കും അതുപോലെ മറ്റ് നൃത്യങ്ങളിലേക്കുള്ള പോവുകയാണ്. നമുക്ക് ആസ്വദിക്കാനും അതൊക്കെ എൻജോയ് ചെയ്യാൻ നിങ്ങൾ സാധനം ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ശോഭനമായ ഭാവിയും അതുപോലെ നല്ല ജീവിതവും സർവശക്തി പ്രദാനം ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നന്മകളും ലഭിക്കാനും സാധ്യത ലഭിച്ചുള്ള മക്കളോടും എല്ലാ അന്തേവാസികളോടും ഇവിടുത്തെ അധികാരികളോടും 86 നൊസ്റ്റാൾജിയ ഗ്രൂപ്പിന്റെ സർവാത്മകമായ പിന്തുണ അറിയിച്ചുകൊണ്ട് ഞാൻ ഇനിയും ഇതുപോലത്തെ സംരംഭമായി വരും എന്ന് അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, അസ്സലാമു വൈസ് പ്രസിഡന്റ് സലാം പുക്കോൾ തൊപ്പി വിതരണം നടത്തുന്നത്. എല്ലാവരും ഓരോ വാങ്ങി കഴിയില്ല, ഓരോ വാങ്ങി കഴിയില്ല കേട്ടോ. ഓരോ വാങ്ങി കഴിയില്ല. സ്പോർട്സ് അതുപോലെയുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം. വെച്ച് നോക്കിയിട്ട് അഷ്റഫ് ഭായി സൈഡില് അഷ്റഫ്